ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ നിർണായകമായ ഒരു ചരിത്ര സന്ധിയിൽ രൂപം കൊണ്ട് പിന്നീട് ഇങ്ങോട്ട് കേരള പോലീസിലേക്ക് എണ്ണമറ്റ സേനാംഗങ്ങളെ പരിശീലിപ്പിച്ച് സംഭാവന ചെയ്ത പരിശീലന കളരിയായ മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയന്റെ പരേഡ് ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ 474 സേനാംഗങ്ങൾ പാസിംഗ് ഔട്ട് പരേഡിനായി അണിനിരക്കുന്നു. 2023 മകരമഞ്ഞിന്റെ തണുപ്പിൽ ആർത്തു പെയ്യുന്ന മഴയിൽ വാടി വീഴാതെ വീണു പോവാതെ മനസ്സിനെയും ശരീരത്തെയും ബോധത്തെയും കടഞ്ഞെടുത്ത് സ്ഫുടം ചെയ്തെടുത്ത് കർമ്മവീതിയിലേക്ക് ഇറങ്ങുന്ന ഈ നീതിയുടെ കാവൽഭടന്മാർ കേരള പോലീസിന്റെ പുതിയ പ്രതീക്ഷകളാണ്. കേരള ജനതയുടെ സ്വൈര ജീവിതവും ക്രമസമാധാന ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസ് പ്രതിജ്ഞ ചെയ്യുന്നു. പരേഡിന്റെ താളക്രമം ചിട്ടപ്പെടുത്തി MSc ബാൻഡിൽ ഈ പരേഡിന് മികവ് കൂട്ടുന്നു. ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശ്രീ അരുൺ പ്രസാദാണ് MSc ബാൻഡിനെ നയിക്കുന്നത്. കദം കദം ബഡായേ ജാ സാരേ ജഹാൻ സേ അച്ഛാ കേരള ഭാരത് കി ജവാൻ എന്നീ മാർച്ചുകളുടെ അകമ്പടിയോടെ ക്വിക്ക് മാർച്ചിലും ശിവരാജ എന്ന ഈണത്തിലൂടെ സ്ലോ മാർച്ചിലും സേനാംഗങ്ങൾ പരേഡിൽ മാർച്ച് ചെയ്യുന്നു. കേരള പോലീസിലെ സീനിയർ ബ്രാസ് ബാൻഡ് വിഭാഗമാണ് MSc ബാൻഡിംഗ്. മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയനിലെ RTPC 7 ശ്രീ മനു കൃഷ്ണ ആണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ കൂത്താളി പഞ്ചായത്തിൽ കറവട്ടത്ത് വീട്ടിൽ ശ്രീ രാധാകൃഷ്ണൻ A, ശ്രീമതി സുമതി ദമ്പതികളുടെ മകനായ ശ്രീ മനു കൃഷ്ണ ഗണിതശാസ്ത്ര ബിരുദധാരിയാണ്.
പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡായി KP 1-ാം ബറ്റാലിയനിലെ RTPC 3986 ശ്രീ അർജുൻ ബാൽ അണിനിരക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്ക് അരൂക്കുറ്റി പഞ്ചായത്തിൽ ഇന്ദ്രപ്രസ്ഥ വീട്ടിൽ ബാൽ കണ്ടിജന്റിനെ നയിക്കുന്നു. RTPC 36 അക്ഷയ് EV, RTPC 165 ശ്യാം MP, RTPC 302 പ്രണവ്, RTPC 154 ആദർശ് A. നാലാമത് പ്ലറ്റൂണിനെ നയിക്കുന്നു RTPC 3993 അമൽ കൃഷ്ണ VS, RTPC 3854 ദേവനാരായണൻ പ്രഭു S, RTPC 3924 രാകേഷ് കൃഷ്ണ. സച്ചിൻ S ഗംഗാധർ, RTPC 20 ആദർശ് കൃഷ്ണ PP, RTPC 40 കടന്നു പോകുന്ന അഞ്ചാമത്തെ കണ്ടിജന്റിനെ നയിക്കുന്നത് RTPC 3949 സച്ചിൻ S ഗംഗാധർ, RTPC 20 ആദർശ് കൃഷ്ണ PP, RTPC 4011 അഭിജിത്ത് വിജയൻ. തൊട്ടുപിറകിലായി വരുന്ന ആറാമത് കണ്ടിജന്റിനെ നയിക്കുന്നത് RTPC 3977 അഭി സുരേന്ദ്രൻ, RTPC 3898 അഷ്കർ മോൻ അബു. എല്ലാരും കണ്ടത് ഫോട്ടോ എടുക്ക്. ഇതാ അവിടെ ടേണിങ് കിട്ടിയോ? എന്താ രസമല്ലേ? പരേഡ് മൈതാനിയിൽ നിന്നും ജനഹൃദയത്തിലേക്ക് ചുവടുവെക്കുന്നു. നമുക്ക് അവർക്കായി ആശീർവാദങ്ങളേകാം. മനോബലവും കൈമുതലാക്കി പൊതുസമൂഹത്തിലേക്ക്
ചുവടുവെക്കുകയാണ് ഇവർ. ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമായ ത്രിവർണ പതാകയെ സാക്ഷിയാക്കി നെഞ്ചിലേറ്റിയ പ്രതിജ്ഞ സേവന കാലഘട്ടത്തിലുടനീളം പോരാട്ടമാണ് ഇനി ഇവരുടെ ജീവിത ലക്ഷ്യം. രണ്ടായിരത്തി 2023 സ്വാതന്ത്ര്യദിന പെറ്റേന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി ആരംഭിച്ച പരിശീലനങ്ങളും പരീക്ഷകളും ജയിച്ച് കാലത്തിന്റെ കരുത്തുള്ള കോട്ടവാതിൽ കടന്ന് ഇടറാത്ത ചൂടുകളും കരുത്തും കരുളുറപ്പുമായി അഭിമാനത്തോടെ അവർ അണിനിരക്കുന്നു. കവാടം തുറന്നു വരുന്ന കരുത്തിന്റെ നിറവസന്തത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുക. പല പല വീടുകളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന തികച്ചും വ്യത്യസ്തരായ വ്യക്തികൾ ഇന്ന് ഹൃദയമിടിപ്പിന്റെ താളം ഉണ്ടും ഉറങ്ങിയും 9 മാസം ഒരേ സ്വപ്നത്തിലേക്ക് ഒരുമിച്ച് തുഴഞ്ഞവരാണിവർ. പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ച് ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും പാസ്സായി 9 മാസത്തിനിടയിലെ പരിശീലനവും കൃത്യമായ ഇടവേളകളിലെ പരീക്ഷകളും ആയുധ പരിശീലനവും വിജയിച്ചാണ് ഒരു പോലീസുകാരൻ സൃഷ്ടിക്കപ്പെടുന്നത്. കർമ്മപഥങ്ങളിലെ കല്ലും മുള്ളും തിരിച്ചടികളും നേരിടാൻ പരിശീലന കാലയളവിൽ സ്വായത്തമാക്കിയ അറിവും അടവുമെല്ലാം നിങ്ങൾക്ക് ആയുധമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അഭിമാനമാണിവർ. അറിവ് പകർന്നു നൽകിയ ഗുരുനാഥന്മാർക്ക് മുൻപിൽ, കൈപിടിച്ച് നടത്തം പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് മുൻപിൽ, കുതിപ്പിലും കിതപ്പിലും സാക്ഷ്യം വഹിച്ച സമൂഹത്തിൽ കടഞ്ഞെടുത്ത് സ്ഫുടം ചെയ്തെടുത്ത് കർമ്മവീഥിയിലേക്ക് ഇറങ്ങുന്ന ഈ നീതിയുടെ കാവൽപ്പടന്മാർ കേരള പോലീസിന്റെ നവകേരളത്തിലെ പുതിയ പോലീസിന്റെ പുതിയ പ്രതീക്ഷകളാണ്. ഇവരെ ആശീർവദിക്കുക. അച്ഛൻ എന്തായത് പോലീസായോ? അച്ഛൻ പോലീസായോ? ആടാ അതാ ഇല്ല മാവച്ച എടുത്തിട്ടില്ല. നീ ചിരിക്കണ്ട അടുത്ത് വെച്ചില്ല. ചിരിക്കാൻ പറയണ്ട. ഇങ്ങോട്ട് നിൽക്കുന്ന വർത്താനം പറഞ്ഞോടി വരെ